ഡൺ, സെറ്റ്. ഇനി നമ്മളൊരു ഗ്യാങ് ആണ്. പക്ഷെ ഇനിയും 1-2 ഗേൾസിനെ കൂടി ഗ്യാങ്ങിലേക്ക് ചേർക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ബോയ്സിനിടയിൽ അമ്മ ഒരു ഗേൾ മാത്രമായി പോകും. നോക്കാം, നമ്മുടെ വൈബിന് പറ്റിയ ആളുകളെ ഈ ക്ലാസ്സിൽ തന്നെ കിട്ടാതിരിക്കില്ല. 1-2 പേർ കൂടി വന്നാൽ നമുക്ക് ഫുൾ ഗ്യാങ്ങായി ഫുൾ പവറോടെ ഈ 2 വർഷം ഇവിടെ അടിച്ചു പൊളിക്കാം, രംഷി ആവേശത്തോടെ പറഞ്ഞു. ആദ്യമാണോ ഇവിടെ നിന്നെ ഈ ഭാഗത്തെവിടെയും കണ്ടതുപോലെ ഒരു പരിചയം തോന്നുന്നത്? എവിടെയാണ് വീട് എന്നവരുടെ കൂടെ ഉണ്ടായിരുന്ന അനിൽ ചോദിച്ചു. ഞാനിവിടെ പുതുതായി വന്നതാ. എൻ്റെ വീട് കോട്ടയമാണ്. എൻ്റെ അച്ഛൻ ഇവിടേക്ക് ട്രാൻസ്ഫർ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. എന്താണ് അച്ഛന് ജോലി? പ്രഭാത് ചോദിച്ചു. അച്ഛൻ ഇവിടുത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറാണ്. മുൻപ് കോട്ടയത്തെ ഒരു സ്കൂളിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫറായി ഇവിടേക്ക് വന്നു. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ്. എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേര് ആൽവിൻ. ഇപ്പോൾ ബാംഗ്ലൂരിൽ ബിടെക് പഠിക്കുകയാണ്. അത് ശരി, കോട്ടയം അച്ചായനാണല്ലേ എന്ന് റംഷി കളിയാക്കി ചോദിച്ചു. അച്ചായനാകാനുള്ള വലിപ്പമൊന്നുമില്ലെങ്കിലും ഭാവിയിൽ അസൽ കോട്ടയം അച്ചായനാകാനാണ് എനിക്കിഷ്ടം എന്നവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.